പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവരും ഈ തംബ്നെയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് വിഷയം എന്നുള്ളത്. 4000 വാച്ച് ടൈം, അതായത് ഒറ്റ ഒരു വീഡിയോയിൽ തന്നെ 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഇതിലൂടെ പ്രൂഫ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈസി ആയിട്ട് അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം കാണിക്കുന്നതിന് മുന്നായിട്ട് തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, അതായത് എനിക്ക് ഒരു പുതിയ ചാനൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങാടിക്ക് പ്രകാശ് എന്നുള്ള പേരിൽ. ഓക്കെ, അതിൽ ഒരു 6 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ അടുത്ത ദിവസം അത് യൂട്യൂബ് ഡിലീറ്റ് ചെയ്തു. അത് ഡിലീറ്റ് ചെയ്തതിനുള്ള കാരണമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് പുതിയ ചാനലുകാർക്കെല്ലാം ഇതൊരു അനുഭവമായിരിക്കണം. അത് നിങ്ങൾ ഇതനുസരിച്ച് വേണം ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ യാത്ര. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ചാനൽ ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം ഇതെങ്ങനെയാണ് ഡിലീറ്റ് ആയത്, എന്തുകൊണ്ടാണെന്നുള്ളത് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഡിലീറ്റ് ആയതെന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇതിൽ എനിക്കുള്ള സബ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറും 25 സബായിരുന്നു. അതായത് എനിക്കുള്ള എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബർ 25 സബ്സ്ക്രൈബർ ആയിരുന്നു. പക്ഷെ ഞാൻ സബ് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞത് 500 സബിന് മുകളിലായിരുന്നു ഞാൻ സബ് ചെയ്തിരുന്നത്. അത് ഞാൻ ആർക്കെങ്കിലും ഒക്കെ പ്രയോജനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാലും അവരെ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഒരുപാട് സപ്പോർട്ട് ചെയ്ത്. അപ്പം യൂട്യൂബിന്റെ കാഴ്ചപ്പാടിൽ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞാൻ ആലോചിച്ചു, ഞാൻ സപ്പോർട്ടല്ലേ ചെയ്തത്, അത് എന്തുകൊണ്ടപ്പം ഇതിങ്ങനെ എൻ്റെ ചാനൽ ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ എനിക്ക് ആലോചിച്ചപ്പം പിടികിട്ടിയ ഒരു കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇത് നിങ്ങൾക്കും വളരെ ഉപകാരപ്പെടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂട്യൂബിന്റെ കാഴ്ചപ്പാടിൽ യൂട്യൂബ് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഇതില് കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് നോക്കുന്നുണ്ടേ വെറും 25 സബ്സ്ക്രൈബർ ഉള്ള ഒരുത്തൻ 500-ലധികം സബ് അങ്ങോട്ട് ചെയ്തിരിക്കുന്നു. അപ്പം യൂട്യൂബ് എന്താണ് വിചാരിക്കുന്നത്, ഈ പൈസയൊക്കെ വാങ്ങിയിട്ട്, അതായത് 500 സബ് തികച്ചു കൊടുക്കുന്നതും 1000 സബൊക്കെ തികച്ചു കൊടുക്കുന്ന പലരുണ്ട്. പിന്നെ പൈസയൊക്കെ വാങ്ങിയിട്ട്. അപ്പൊ ആ കൂട്ടത്തിലുള്ള ഒരു ശൃംഖലയാണോ ഞാനെന്നുള്ളതാണ്. അങ്ങനെ അവർ ഈ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് വിചാരിക്കുന്നത് അത് തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ വെറും 25 സബ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ ഞാൻ ഒരുപാട് സബ് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. അത് അപ്പോൾ വേറെ ആരെങ്കിലും പൈസ വാങ്ങിയിട്ട് ഇങ്ങനെ സബ് ചെയ്യിക്കാൻ വേണ്ടി കുറെ ആളുകളെ ഇങ്ങനെ കൂട്ടുപിടിച്ചിട്ട് അവർ ഇങ്ങനെ സബ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു രീതിയാണോ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ചാനൽ ഡിലീറ്റ് ചെയ്തത്. അപ്പം പ്രത്യേകം നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ സബ്സ്ക്രൈബർ എത്ര ആണോ അതിൽ ഒരുപാട് കൂടുതലായിട്ട് നിങ്ങൾ സബ് അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ആപത്തായിരിക്കും. നിങ്ങളുടെ ചാനൽ ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ചാനൽ ഡിലീറ്റ് ചെയ്തെന്നാണ് എനിക്ക് മനസ്സിലായത്. എന്താണ് കാരണം? അല്ലാതെ എൻ്റെ വീഡിയോയൊക്കെ 6 വീഡിയോയെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ 6 വീഡിയോ നല്ല ക്ലിയർ ആയിട്ടുള്ള വീഡിയോ ആണ്. അതിനകത്തൊന്നും ഒരു കാരണവശാലും എൻ്റെ ചാനൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉള്ളതല്ല. പക്ഷെ ഞാൻ ചെയ്തിട്ടുള്ള അത് എന്തുകൊണ്ടാണ് ഡിലീറ്റ് ആയി പോയത് എന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു കാര്യം മനസ്സിലായത്. അതായത് ഞാൻ ഇതിൽ തന്നെ ഞാൻ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ചെറിയ ചാനലായാലും വലിയ ചാനലായാലും ശരി, ഓക്കെ, അവർക്ക് സബ് കൂടട്ടെ എന്നുള്ള രീതിയിൽ, അതായത് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ രീതിക്ക് അനുസരിച്ച് ശരി, നമ്മുടെ ഒരു സഹായം കൂടെ കിട്ടിക്കോട്ട് എന്നുള്ള രീതിയിൽ ഞാൻ സബ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുള്ളത് എനിക്കത് പാരയായെന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 25 സബ്സ്ക്രൈബറേ ഉള്ളൂ. പക്ഷെ ഞാൻ ചെയ്തിട്ടുള്ളത് കൂടുതലായത് കാരണം യൂട്യൂബിന് അതൊരു ഡൗട്ടായിട്ട് തോന്നിയിട്ട് യൂട്യൂബ് അത് ഡിലീറ്റ് ചെയ്തു. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ആരുടെയും അതായത് ഐ ഡി ഡിലീറ്റ് ആയി കാണത്തില്ല. എൻ്റെ ഈ ഒരു ചാനൽ ഡിലീറ്റ് ആയതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഒരു ഐ ഡി ഉണ്ടായിരുന്നു. അതായത് ഐ ഡി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് യൂട്യൂബ് നോക്കുന്നുണ്ടെങ്കിൽ അതൊരു ചാനലായിട്ട് തന്നെയാണ് അവരുടെ കാഴ്ചപ്പാട്. കാരണം ഞാനത് ഐ ഡി ആയിട്ടാണ് യൂസ് ചെയ്തത് എങ്കിൽ പോലും അത് യൂട്യൂബിന്റെ കാഴ്ചപ്പാടിൽ അതൊക്കെ ഇങ്ങനെ പൈസയൊക്കെ വാങ്ങിയിട്ട് ചെയ്യുന്ന ഒരാളാണോ എന്നുള്ള ഒരു കാഴ്ചപ്പാട് യൂട്യൂബിന്റെ വശത്ത് കൊണ്ട് അവരുടെ സ്ഥാനത്ത് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നി. അതായത് യൂട്യൂബിന്റെ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഒരാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതേ രീതിയിൽ തോന്നും, പൈസ വാങ്ങിയിട്ട് ഇതുകൊണ്ടൊക്കെ സബ് കൂട്ടുന്ന ഒരാളാണ് ഈ ഒരു ഐ ഡി. അതാണ് അവർ നോക്കുന്ന ഒരു ചാനൽ ശരി ഇങ്ങനെ തുടങ്ങി വെച്ചിട്ട് അത് ഇതുകൊണ്ടൊക്കെ സബ് ഇങ്ങനെ ഒരുപാട് സബ് ചെയ്യുന്നുണ്ട്, അതായത് സബ്സ്ക്രൈബർ കൂട്ടിക്കൊടുക്കുന്നതായിട്ട് യൂട്യൂബിന് തോന്നുന്നുണ്ട്. അപ്പൊ അതൊരു മെയിൻ കാരണമാണ്. അപ്പൊ അതും എൻ്റെ ഡിലീറ്റ് ചെയ്തു. അപ്പോഴെനിക്ക് തോന്നി ഇത് ഡിലീറ്റ് ചെയ്യാൻ, ഇതൊരു ചാനൽ അല്ലല്ലോ, ഇതൊരു ഐ ഡി ആണ്. ഈ ഒരു ഐ ഡി ഡിലീറ്റ് ചെയ്യാൻ എന്താണ് കാരണം? അപ്പൊ ഞാൻ ആലോചിച്ചോണ്ട് എനിക്കത് മനസ്സിലായി, അത് ഇന്നതാണ്. ഇതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ ഞാൻ സബ് ചെയ്തിട്ടുണ്ട്, അത് കാരണമാണ് ഇത് മുന്നോട്ട് അവരുടെ കാഴ്ചപ്പാടിൽ അതൊരു ചാനലാണ്.
കാര്യം ചാനലിന്റെ രൂപത്തിൽ തന്നെ ഞാൻ അത് ചെയ്തിട്ട് അത് ചാനലിന്റെ രൂപത്തിൽ ചെയ്താൽ മാത്രമേ എനിക്കതിൽ എൻ്റെ 2 ചാനൽ ആഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഞാൻ അതിനുവേണ്ടിയാണ് അത് ചെയ്തത്. അതിനുവേണ്ടി ചെയ്തെങ്കിലും അതിൽ ഒരുപാട് പേർക്ക് സബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതപ്പോൾ നമുക്ക് ഓരോ വീഡിയോ ശരി ഒരു ചാനലുകാരെ കണ്ടു, അവർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പൊ ഞാൻ ശരിയായിട്ടുള്ള രീതിയിലാണ് സബ് ചെയ്തത്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ 3 ഷോർട്ട് വീഡിയോ അല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷമാണ് അത് ഞാൻ സബ് ചെയ്തത്. പക്ഷെ അത് ഞാൻ ശരിയായിട്ടുള്ള രീതിയിലാണ് ചെയ്തത്. എങ്കിൽ പോലും യൂട്യൂബിന്റെ കാഴ്ചപ്പാടിൽ അതൊരു തെറ്റായ രീതിയിലുള്ള ചാനൽ ഇതുകൊണ്ടൊക്കെ പലർക്കും സബ് കൂട്ടി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇതായിട്ട് അത് അവർ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ വാങ്ങിയിട്ട് നമ്മൾ സബ് കൂട്ടി കൊടുക്കുന്നു എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. അത് കാരണമാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷെ ഞാനൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് പേർക്ക് സബ് ചെയ്തിട്ടുണ്ട്. അത് സംഗതി ശരിയാണ് തന്നെയാണ്. പക്ഷെ എൻ്റെ ഡിലീറ്റ് ആയത് ഇതാണ് കാരണം. അപ്പം നിങ്ങൾ ഓരോ ചാനലുകാരും നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങളുടെ സബ് ശ്രദ്ധിക്കുക. ആ സബിനെക്കാട്ടിൽ കൂടുതലായിട്ട് നിങ്ങൾ സബ് ചെയ്ത് ആരെയും ഹെൽപ്പ് ചെയ്യാതിരിക്കുക. അങ്ങനെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ പോകാനുള്ള സാധ്യത 100% ആണ്. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ചാനൽ പോയത് കാരണം എനിക്കറിയാം. എൻ്റെ ഈ ചാനലിൽ ഏത് രീതിയിൽ വീഡിയോ ആണോ അതേ രീതിയിലാണ് ഞാൻ അതിലും ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ ഈ പോളിസിക്ക് നിരക്കാത്തതായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒന്നുമില്ലായിരുന്നു ഇങ്ങനെ വീഡിയോ ഇതിൽ. പക്ഷേ ഈ യൂട്യൂബിന്റെ ഇതിൽ നോക്കുന്നുണ്ടെങ്കിൽ പോളിസിക്ക് നിരക്കാത്ത ഒരു കാര്യമാണ് ഇത്. പിന്നെ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഓരോ ചാനലിൽ പോയിട്ട് നിങ്ങൾ ഇത് കണക്ക് ലൈവ് നടത്തുന്ന ഓരോരുത്തരുടെ ലൈവ് നടത്തുന്നവരുടെ ചാനൽ പോയിട്ട് നിങ്ങൾ സബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് യൂട്യൂബിന്റെ കാഴ്ചപ്പാടിൽ ഒരു കുഴപ്പമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലൈവ് ചെയ്യുന്നവർ അവർക്ക് ആ ലൈവ് കണ്ടത് കാരണം ഇഷ്ടപ്പെട്ടിട്ട് സബ് ചെയ്തതാണ്. ഓക്കെ, അതേസമയം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകൂടുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. കാര്യം എന്ന് വെച്ചാൽ കൂട്ടുകൂടുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ അവര് നിങ്ങൾക്കുള്ള സബിനെക്കാട്ടി കൂടുതലായിട്ട് നിങ്ങൾ അങ്ങോട്ട് സബ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം വാച്ച് ചെയ്യണം. അത് അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇത് ഉണക്ക് എനിക്ക് വന്ന ഒരു അനുഭവം 100% വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം അറിയിക്കുന്നത്. ഇത് 100% നിങ്ങൾ മുന്നോട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ കാര്യത്തിലോട്ട് കിടക്കാം. അതായത് ഞാൻ പറഞ്ഞത് ഒറ്റ ഒരു വീഡിയോ മതി നമ്മൾക്ക് വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാനെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഒരു വീഡിയോയുടെ അതായത് പകുതി വാച്ച് ടൈം പോലും കംപ്ലീറ്റ് വേണ്ട എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പ്രൂഫ് ചെയ്ത് കാണിക്കാം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഇപ്പോൾ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. ഇവിടെയായിട്ട് ഞാൻ ഉദാഹരണമായിട്ട് കാണിക്കുന്ന ധ്രുവിന്റെ, ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ചെയ്തിരുന്ന ഒരാളാണ്, ധ്രുവിനെ ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പൊ ഈ ധ്രുവിന്റെ കുറച്ച് വീഡിയോ ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഓരോ വീഡിയോയിലും അതായത് ഇപ്പൊ ഞാൻ ആദ്യം ഏറ്റവും മുകളിലത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക. 28 മിനിറ്റിന് മുകളിലുള്ള ഒരു വീഡിയോ. ഓക്കെ, ഇത് കണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 കോടി ആളുകൾക്ക് മുകളിലാണ് കണ്ടിരിക്കുന്നത്. ഇതിൽ ഏതൊരു വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അതിന്റെ വാച്ച് അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പകുതി വാച്ച് ടൈം മതി. അതായത് ഈ ഏതൊരു വീഡിയോയുടെ ആയാലും പകുതി വാച്ച് ടൈം പോലും വേണ്ട നമുക്ക് 4000 വാച്ച് ടൈം തയ്ക്കാനായിട്ട്. അതിന് ഉദാഹരണമായിട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് എൻ്റെ ഈ 20 മിനിറ്റിന് താഴെയായിട്ടുള്ള വീഡിയോയുടെ വാച്ച് ടൈം എന്ന് പറയുന്നത് 1200 വാച്ച് ടൈമിന് മുകളിലാണ്. അതായത് 16,000 പേരാണ് ഇത് കണ്ടേക്കുന്നത്. അതിന് മുകളിലായിട്ട് 16,000-ത്തിന് മുകളിൽ ആളുകൾ കണ്ടിട്ടുണ്ട്. ഇതനുസരിച്ച് നമ്മൾ ധ്രുവിന്റെ ഈ വീഡിയോയുടെ ഇത് കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാനായിട്ട് സാധിക്കും എന്തും വേണ്ടി ആളുകളാണ്. അതായത് 4,000 ഒന്നുമല്ല 10,000 അല്ല വാച്ച് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീഡിയോയുടെയും. അത് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കണം. അതിനുവേണ്ടി ഒരു ഉദാഹരണം മാത്രം ഞാനിങ്ങനെ കാണിച്ചാണ്. നിങ്ങൾ അത് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനുവേണ്ടിയാണ് എൻ്റെ വീഡിയോയുടെ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞത്. അതിപ്പോൾ മറ്റൊരാളുടെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് പറയണമെങ്കിൽ പറയാം, പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾ അതങ്ങ് കാൽക്കുലേഷൻ ചെയ്താൽ മതി, നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഈ ആദ്യത്തെ വീഡിയോ തന്നെ 28 മിനിറ്റ് ഉള്ള ഒരു വീഡിയോയുടെ ഇപ്പോൾ 1.5 കോടി ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു വാച്ച് ടൈം നമുക്കപ്പോൾ ഈ എൻ്റെ ഒരു വീഡിയോയുടെ അനുസരിച്ച് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിലൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. അത് അപ്പോൾ ഒറ്റ ഒരു വീഡിയോ മതി നമുക്ക്. അപ്പോൾ ഇതേ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ വീഡിയോ മതി നമ്മുടെ വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടേ ഈ ധ്രുവിന്റെ വീഡിയോ ഒക്കെ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാതെ ഏത് രീതിയിലാണ് അതിന്റെ എഡിറ്റിംഗ് ആയാലും എല്ലാ രീതി അവർ പറയുന്ന രീതി ആയാലും എല്ലാം അവതരണ രീതി അതെല്ലാം ഏത് രീതിയിലാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
അപ്പൊ നമ്മൾ ഒരു വീഡിയോ എവിടുന്നെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വീഡിയോ എന്തെങ്കിലുമൊക്കെ വെറുതെ ഒരു വീഡിയോ എടുത്തിട്ടുകൊണ്ട് കാര്യമില്ല. അതിൽ എഡിറ്റിങ്ങും കാര്യങ്ങളും 100% ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. തമ്മിലായാലും എല്ലാ കാര്യങ്ങളും 100% ഉണ്ടായിരിക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ് ഈ ഒരു പല കാര്യങ്ങളും. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ശരിയായിട്ടുള്ള, അതായത് ട്രെൻഡായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുക. ട്രെൻഡായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ 100% നിങ്ങളുടെ വീഡിയോയ്ക്ക് വാച്ച് ടൈം നല്ലവണ്ണം തന്നെ അതിനകത്തുണ്ടാവും. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ആളുകൾ കാണും. ട്രെൻഡായിട്ടുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ കാണും. അത് വ്ലോഗ് ചാനലൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്രെൻഡായിട്ടുള്ള വീഡിയോ ഒക്കെ ഇടാൻ പറ്റും. ടെക് ചാനൽ ആയതുകൊണ്ട് എനിക്കത് ഇടാൻ പറ്റത്തില്ല. അപ്പം ഈ ട്രെൻഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇടുവാണെന്നുണ്ടെങ്കിൽ ഇത് വ്ലോഗ് ചാനലുകാർക്ക് ഈസി ആയിട്ട് ഇടാനും പറ്റും. അപ്പോൾ നിങ്ങൾക്കൊക്കെ വാച്ച് ടൈം കൂട്ടാനായിട്ട് ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ട്രെൻഡായിട്ടുള്ള വീഡിയോയിൽ ഇടുക. ഇപ്പൊ നിങ്ങൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ചില വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഏത് തരത്തിലുള്ള വീഡിയോകളാണ് നിങ്ങളുടെ ആളുകൾ കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ ഈ കൂടുതലായിട്ട് ആളുകൾ കാണുന്ന തരത്തിലുള്ള വീഡിയോകൾ അത് ഏത് തരത്തിലുള്ളതാണെന്ന് നിങ്ങൾ ആദ്യമേ തന്നെ നോക്കണം. ഏറ്റവും ടോപ്പിലൊക്കെ നിങ്ങളുടെ പോപ്പുലർ വീഡിയോ എന്നുള്ളതിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഏതാണ് നിങ്ങളുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളുകൾ കൂടുതലായിട്ട് കണ്ടിട്ടുള്ള വീഡിയോ എന്നുള്ളത്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് അതിനകത്തെ അത് നിങ്ങൾ കാണുന്നത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മൊബൈലിൽ കാണാൻ പാടില്ല. നിങ്ങളുടെ മൊബൈലിൽ കാണാതെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെയൊക്കെ ആരുടെയും മൊബൈലിൽ കണ്ടതിന് ശേഷം നിങ്ങളത് ഇതുകൊണ്ടൊക്കെ അതിനകത്ത് ഏതൊക്കെയാണ് മൈനസ് പോയിന്റ്, ഏതൊക്കെ പ്ലസ് പോയിന്റ്, അതിനകത്തെല്ലാം ഒരുവിധം പ്ലസ് പോയിന്റ് ആയതുകൊണ്ടാണല്ലോ അത് കൂടുതൽ ആളുകൾ കാണുന്നത്. അപ്പോൾ അതിനകത്ത് മൈനസ് പോയിന്റ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ മൈനസ് പോയിന്റുകളെല്ലാം നിങ്ങളത് മൈനസ് ആക്കിക്കൊണ്ട് തന്നെ പ്ലസ് പോയിന്റുകൾ എടുത്തിട്ട് ആ രീതിയിൽ തന്നെ കൂടുതലായിട്ട് പ്ലസ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അത് ഏത് രീതിയിലാണോ ആ രീതിയിൽ തന്നെ നിങ്ങൾ കൂടുതലായിട്ട് പ്രസന്റേഷൻ കൊടുത്ത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് വീഡിയോയിൽ വ്യൂ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ വാച്ച് ടൈം ഈസി ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം 10,000 1000 ഒക്കെ സബ് തികച്ചിട്ട് മുന്നോട്ട് പോകുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അവരിങ്ങനെ പോയിട്ട് ചാനലുകളിലൊക്കെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകൂടി അങ്ങനെ സബ് കൂട്ടിയവരാണ്. അങ്ങനെ സബ് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടുകൂടി നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകൂടുന്നവര് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നിങ്ങളുടെ വീഡിയോ ആ സമയം കാണുന്നതല്ലാതെ ആ കൂട്ടുകൂടുന്ന സമയത്ത് കാണുന്നതല്ലാതെ അത് കഴിഞ്ഞ് അവർ ഒരിക്കലും കാണാറില്ല നിങ്ങളുടെ വീഡിയോ. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കൂട്ടുകൂടിയിട്ട് ഇങ്ങനെ സബ് കൂട്ടി 1000-ന് മുകളിൽ സബൊക്കെ കൂട്ടിയാലും നിങ്ങൾക്ക് വാച്ച് ടൈം കൂട്ടണമെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾ വീഡിയോയിൽ തന്നെ ഫോക്കസ് ചെയ്താലേ പറ്റത്തുള്ളൂ. ആ വീഡിയോ നല്ല രീതിയിൽ നിങ്ങൾ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ സബും കൂടും, അതിൽ വാച്ച് ടൈം കൂടും. നിങ്ങൾക്ക് 100% വീഡിയോയിൽ നിന്നും നിങ്ങൾ എല്ലാം പലരും വിചാരിച്ചിരിക്കുന്ന വീഡിയോയിൽ അങ്ങനെ സബ് കൂടത്തില്ല എന്നാണ്. പക്ഷെ എനിക്കെല്ലാം ഷോർട്ട് വീഡിയോ നല്ല സബ് കൂടിയിട്ടുള്ളത്, എനിക്കെല്ലാം വലിയ വീഡിയോയിൽ നിന്നാണ് സബ് കൂടിയിട്ടുള്ളത്. എനിക്ക് ഷോർട്ട് വീഡിയോയിൽ നിന്ന് സബ് കൂടാറേ ഇല്ല. ഞാൻ അങ്ങനെയുള്ള ഷോർട്ട് വീഡിയോ അല്ല ചെയ്യുന്നത്. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഷോർട്ട് വീഡിയോ അല്ല ഞാൻ ചെയ്യുന്നത്. ഞാനത് വലിയ വീഡിയോ കാണത്തക്ക രീതിയിലാണ് ഞാൻ ആ ഷോർട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ് ഷോർട്ട് വീഡിയോ. അപ്പോൾ അത് വലിയ വീഡിയോ ഇപ്പം കാണുകയാണ് ചെയ്യുന്ന ആളുകൾ. വലിയ വീഡിയോ കാണുന്നുണ്ടേ ആ വലിയ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമാണ് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്ക് സബ് ചെയ്യുന്നതും അതുകൊണ്ടൊക്കെ സബ് കൂടുന്നതും വാച്ച് ടൈം കൂടുന്നതും. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ഇതുകൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ നല്ല വീഡിയോ ചെയ്യുക. നല്ല വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് വേണ്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിയുന്ന 100% അത് കൂടുതൽ ആളുകളിലേക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങ് സബ് കൂട്ടാനും വാച്ച് ടൈം കൂട്ടാനും വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പൊ നിങ്ങൾ 100% ക്ഷമ ഉണ്ടായിരിക്കണം. ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ നല്ലവണ്ണം ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ വീഡിയോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 100% മുന്നോട്ട് പെട്ടെന്നല്ലെങ്കിൽ തന്നെയും കുറെ സമയം നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങൾ വീഡിയോ ഇട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 100% നല്ല രീതിയിൽ നിങ്ങൾ ശ്രമിക്കുകയും വേണം. നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുകയും കൂടെ ചെയ്ത് കഴിയുന്നുണ്ട് 100% നിങ്ങൾക്ക് ആ വീഡിയോയിൽ തന്നെ സബും കൂടും, അതുപോലെ തന്നെ വാച്ച് ടൈം കൂടും. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അതാണ് എനിക്ക് പ്രത്യേകമായിട്ടും പറയാനുള്ളത്.
അപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ഒറ്റ വീഡിയോയിൽ തന്നെ വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു വീഡിയോ നിങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒറ്റ ഒരു വീഡിയോ വൈറലായാൽ മതി. ഒറ്റ ഒരു വീഡിയോ നല്ല രീതിയിൽ വൈറലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിൽ നിന്ന് തന്നെ വാച്ച് ടൈം നിങ്ങളുടെ കംപ്ലീറ്റ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ അഭിപ്രായവും ഇതിനകത്ത് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.